രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ബംഗാളിന് സർവീസ് ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിൽ പ്രഖ്യാപിച്ചത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ ട്രെയിനെ പറ്റി വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ട്രയൽ റണ്ണൊക്കെ പൂർത്തീകരണം കഴിഞ്ഞതാണ്. പക്ഷേ അത് ബംഗാളിലേക്കാണ് ആദ്യ സ്ലീപ്പർ ട്രെയിൻ എന്നാണ് മനസ്സിലാക്കിയത്. എന്താണ് വിവരം? അങ്ങനെ തന്നെയാണ്. ബംഗാളിലേക്കാണ് ഇപ്പോൾ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബംഗാളിൽ ഈ വർഷമാണ് വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു പുതുവത്സര സമ്മാനം എന്ന രീതിയിൽ ഗുവാഹത്തി കൊൽക്കത്ത ട്രെയിൻ സർവീസ് ഇപ്പോൾ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് വാർത്താ സമ്മേളനം നടന്നത്. ഈ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയിരിക്കുക. അതായത് ഈ വർഷം 6 വന്ദേ ഭാരത് ട്രെയിൻ കൂടിയാണ് ഇനിയിപ്പോൾ പ്രഖ്യാപിക്കാനിരിക്കുക. അതായത് മാർച്ച് മാസം അവസാനത്തോടു കൂടിയായിരിക്കും ഈ 6 വന്ദേ ഭാരത് ട്രെയിനും പ്രഖ്യാപിക്കുക. എന്തായാലും കേരളം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. കേരളത്തിനും എന്തായാലും വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത്. എന്തായാലും 180 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന സ്ലീപ്പർ ട്രെയിനുകളാണ് വന്ദേ ഭാരത് പുതുതായി പുറത്തിറക്കിയിരിക്കുന്നത്. അതിന്റെ ആദ്യ ട്രെയിനാണ് ഇപ്പോൾ ബംഗാൾ അസമിലേക്കും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആകെ 16 ബോഗികളാണ് ഈ ട്രെയിനിൽ ഉണ്ടാവുക. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 3 ടയർ AC കോച്ചുകൾ, അതായത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് 3 ടയർ AC കോച്ചുകളാണ്. 11 3 ടയർ AC കോച്ചുകൾ ഉണ്ടാവും. 4 2 ടയർ കോച്ചുകളുമായിരിക്കും ഉണ്ടാകുന്നത്. ഒരു AC കോച്ചുമായിരിക്കും ഈ ട്രെയിനിൽ ഉണ്ടാവുക. എന്തായാലും 823 പേർക്കാണ് ആകെ ഇതിൽ യാത്ര ചെയ്യാനാവുക. ഉടൻ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് അല്പസമയം മുൻപ് നടന്ന വാർത്താ സമ്മേളനത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2027 കൂടി രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനും പ്രവർത്തനം ആരംഭിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതിലും. ബംഗാൾ, അസം, അതോടൊപ്പം തന്നെ കേരളം, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ വർഷം ഇനിയിപ്പോൾ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ബംഗാളിന് ഒരു വലിയൊരു പ്രഖ്യാപനം ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.